അയ്യോ, ഇത് കോടതിയായിരുന്ന പോലീസ് സ്റ്റേഷൻ അല്ലേ? ഈ പോലീസ് സ്റ്റേഷനും കോടതി അടുത്ത് വന്നാലുള്ള കുഴപ്പം ഇതാണ്. ശ്ശോ, എന്ത് ചെയ്യും? അല്ലല്ലോ, ഇത് പോലീസ് സ്റ്റേഷൻ തന്നെയാണല്ലോ. PC, ദീപ്തി, ദീപ്തി, PC. എടോ, ഇത് നമ്മുടെ പോലീസ് സ്റ്റേഷൻ തന്നെയല്ലേ? അതെ സാർ. അതെന്റെ കസേരയല്ലേ? അതെ സാർ. പിന്നെ അത് കയറിയിരിക്കുന്ന ആരാണോ? അത് വക്കീലാ സാർ. അയാളെന്തിനാ എന്റെ കസേര കയറിയിരിക്കുന്നത്? ആ ബേബി സാറ് കൊണ്ട് ഇറക്കിയതാ. അല്ലേലും അവന് പണ്ടോട്ട് എന്നോട് കലിപ്പ. എന്റെ കസേര വേറൊരുത്തരെ കയറ്റി ഇരുത്തിട്ട് എന്നെ ഇവിടെ സ്ഥലം മാറ്റാനുള്ള പരിപാടിയാ. ബേബി, കം ഓൺ ബേബി. എന്നാടോ? എന്തേ? അല്ല, അങ്ങോട്ട് വരാൻ പറഞ്ഞു. അല്ല, ഞാൻ സല്യൂട്ട് അടിച്ചാ. ആരാടോ ആയിരിക്കുന്നത്? അത് ഞാൻ പെട്രോളിങ്ങിന് പോയപ്പോ പിടിച്ചാ. അതിന് ഇന്ന് ഇവിടുന്ന് ആരും പെട്രോളിങ്ങിന് പോയില്ലല്ലോ. അതല്ല സാറേ, എന്റെ ബൈക്കിൽ പെട്രോൾ തീർന്നു. അത് അടിക്കാൻ വേണ്ടി പുറത്തു പോയപ്പോ വഴിയിൽ നിന്ന് കിട്ടിയതാ. വഴിയിൽ നിന്ന് കിട്ടുന്ന ഇവിടെ കൊണ്ട് വയ്ക്കുന്നതിന് ആക്രി കടയാ. ഒന്നും പറയല്ലേ, പ്രഗത്ഭരായ വക്കീലാണ്. പിന്നെ മാറാർ. മാറാറൊന്ന് മാറാൻ പറ. അതല്ലെന്ന്, ഒറ്റ നിപ്പില് ഒരേ കോടതിയിൽ 5-6 കേസ് ഒരുമിച്ച് വാദിച്ചു കളയും. എന്തിനാണ് ഒറ്റ നിപ്പിൽ 5-6 കേസ് ഒരുമിച്ച് വാദിക്കുന്നത്? ഏതെങ്കിലും തോറ്റാലും 1-2 ജയിക്കല്ല. അതെ, ഒരു സിറ്റിങ്ങിന് 50,000 രൂപയാ ഫീസ്. എന്നിട്ട് ഇതിനാണ് എന്റെ സീറ്റ് കയറ്റി ഇരുത്തിയിരിക്കുന്നത്. എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാനാ. സാറേ, ആ നിയമ പുസ്തകം തിന്നു കഴിഞ്ഞെങ്കിൽ ഒന്ന് എഴുന്നേക്കാവോ? രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണല് കയറ്റി അയക്കല്ലേ. 5 ഡയലോഗാണല്ലോ. 5 ഡയലോഗ്. സാറേ, അമ്മോ, ഇതിനകത്ത് മൊത്തം പഞ്ചാണ്. രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണല് കയറ്റി അയക്കല്ലേ ഇപ്പൊ പറഞ്ഞത്. ഐസ് കട്ടയിൽ പെയിന്റ് അടിക്കരുത്, വെള്ളത്തിൽ ആണി അടിക്കരുത്, ആകാശത്തിലൂടെ പോകുന്ന പക്ഷിയെ ഏണി വെച്ച് പിടിക്കരുത്. 1001 പഞ്ച് ഡയലോഗ്. അപ്പൊ ഇരിക്കുന്നത് കുസൃതി കൊടുക്കുകയാണ്. കഴിക്കണോ? മാധവ, മഹാദേവ, ഈ റിസർവ് ബാങ്കിലൊക്കെ നോട്ടുകൾ അച്ചടിക്കുന്ന ഒരു മിഷൻ ഉണ്ടല്ലോ, കുമ്മട്ടി, കമ്മട്ടം. അതുകൊണ്ട് തുലാഭാരം നടത്തിയാൽ പോലും മാറാതിരിക്കുന്നത് അറ്റതാന്ന് തന്നെ ഇരിക്കും. ഒന്ന് എണീക്കാവോ? ഈ തട്ടിന് ഇച്ചിരി ഉയര കൂടുതലാണ്. ഒരു കൊരണ്ടിപ്പറ ഇട്ട് കൊടുത്ത PC, അതാകുമ്പോ കറക്റ്റായി. സാറേ, സോപ്പിടാൻ വേണ്ടി മറ്റോ വന്നിട്ടുണ്ട്. ഞാൻ രാവിലെ കുളിച്ചതാണല്ലോ. അല്ലെന്ന്, ഒപ്പിടാൻ വേണ്ടി മുരളി മുരളി വരാൻ പറ. മുരളി എന്നാ സാറേ, നടക്കണ വഴിയിലാണോ കുടന്ന് പുറത്ത് വെച്ചിരിക്കണത്? കാലം കൂടെയാ. ഒപ്പിട്ടോ സാറേ, സാറൊന്ന് നല്ല സുന്ദരനായിട്ടുണ്ട് കേട്ടാ. ആ സാറേ, സാറും ഒന്ന് മിനിങ്ങിയിട്ടുണ്ട്. ഇത് പിന്നെ ഒന്നും പറയാനേ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവൻ ഒപ്പിടാൻ വന്നതല്ല, നമ്മളെ സോപ്പിടാൻ വേണ്ടി വന്നതാ. ഒപ്പിടല്ലേ? എന്നാ മേഡം? മറന്നിക്ക് സാറേ, ഈ ഒപ്പ് കണ്ടോ? പല ദിവസങ്ങളായി പല രീതിയിലാണ് ഒപ്പിട്ട് വെച്ചിരിക്കുന്നത്. അത് ശരിയാണല്ലോ. എന്നാടാ പല ഒപ്പാക്കി കിട്ടി വെച്ചേക്കണത്? സാറേ, എന്റെ പേരുള്ള കേസ് എന്തുവാ? കള്ള ഒപ്പിട്ടാനല്ലേ? അങ്ങനെ കള്ള ഒപ്പിട്ടിട്ടിട്ടിട്ട് എന്റെ സ്വന്തം ഒപ്പ് ഞാൻ ഇപ്പൊ മറന്നുപോയി. നീ ഇന്നിപ്പോ ഇവിടെ ഒപ്പിടണ്ട. സാർ അങ്ങനെ പറയല്ല സാർ, ഞാൻ ഒപ്പിട്ട് പോയി. വീട്ടിൽ പോയി നിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒപ്പ് പഠിച്ചിട്ട് വന്ന് ഒപ്പിട്ടാ മതി കേട്ടാ. കഷ്ടമാ സാറേ. അയ്യോ, വക്കീലല്ലേ? എന്താ ഇവിടെ? SI സാറിന് ഒരു കേസ് പഠിപ്പിക്കാനുണ്ടായിരുന്നു. എന്നിട്ട് പഠിച്ചോ? ഇല്ല, പഠിച്ചോളും. ഭയങ്കര പീസാ. എനിക്ക് വക്കീലിനെ അറിയോ? പിന്നെ അറിയാം, എന്റെ കേസ് പറിച്ച് ഈ വക്കീലല്ലേ? വക്കീലേ, ഒന്ന് കാണണം. എന്താണോ ഈ പുള്ളിയുടെ കേസ്? സാറേ, എന്നെ ഇങ്ങനെ ഇരുത്താനാണോ പരിപാടി? അല്ല, താങ്കൾ അങ്ങനെയല്ലല്ലോ ഞങ്ങൾ ഇരുത്തിയത്. മിസ്റ്റേക്കാ. ഞാൻ പിടിക്കുമ്പോഴേ നല്ല വെള്ളമായിരുന്നു, 4 കാലിലേക്കായിരുന്നു. അത് ശരി, മൂക്കറ്റം കള്ളു കുടിച്ചിട്ടാണ് നീ ഇവിടുന്ന് ഡയലോഗ് പൂശിയത്. എടാ, പൊതു സ്ഥലത്ത് മദ്യപിക്കുന്നത് തെറ്റാണ്. IPC PC അതൊന്ന് പറഞ്ഞേ. ഒരു പേജാണെന്ന് മറന്നുപോയല്ലോ. കിട്ടി. IPC 107-120-137. അതാണ് പറഞ്ഞത്. ആ വകുപ്പ് പ്രകാരം മദ്യപിക്കുന്നത് തെറ്റാണ്. മിസ്റ്റർ ഇൻസ്പെക്ടർ, മദ്യപാനം ഒരു തെറ്റാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു? ആരാടോ പറഞ്ഞു? എല്ലാരും അത് പറയുന്നുണ്ട്. ആരാണ്ട് പറഞ്ഞുണ്ടാക്കിയതാണ്. അങ്ങനെ ആരാട്ടും പറഞ്ഞുണ്ടാക്കില്ലേ. ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞുണ്ടാക്കാം. മദ്യപാനം ഒരിക്കലും ഒരു തെറ്റല്ല, അതൊരു കുറ്റമല്ല. സർക്കാരിന്റെ വരുമാനത്തിന് വേണ്ടി സർക്കാർ ഉണ്ടാക്കുന്ന, സർക്കാർ വിൽക്കുന്ന മദ്യം. സർക്കാർ, I can't believe it. I can't diabetes. I can't cholesterol. നിങ്ങളിങ്ങനെ രോഗത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കല്ലേ. ഈ പറഞ്ഞ രോഗമല്ല എനിക്കുണ്ട്. ഡയബറ്റിക് ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. കടുകട്ടി ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കൂടും. ഞാൻ മദ്യപിച്ചതിന്റെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. എന്ത് സാഹചര്യം? അതായത് ഞാൻ കോടതിയിൽ നിന്നും വരികയായിരുന്നു.
ഇങ്ങനെ ചുമ്മാ ചാടിക്കേറി വരികയല്ല. ഞാൻ വാദിച്ച എന്റെ കക്ഷികൾക്ക് കടുത്ത ശിക്ഷ മേടിച്ചു കൊടുത്ത ആഹ്ലാദത്തിലാണ് ഞാൻ വന്നത്. ഈ സമയത്ത് റോഡിലേക്ക് ഇറങ്ങി ഞാൻ ഞെട്ടിപ്പോയി. എന്താ റോഡില്ലായിരുന്ന? റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നു. ആ ഇവിടെ പിന്നെ പുഴയിലൂടെയുള്ള വാഹനങ്ങൾ പോണത്. ഒന്ന് കണ്ടപ്പോ നാലായിട്ട് തോന്നിയിട്ടുണ്ടാവും. അതല്ല, ഈ തിരക്കിട്ട വാഹനങ്ങളിനിടയിലൂടെ ഞാൻ വണ്ടി ഓടിച്ചു പോയാൽ ആ വണ്ടി ഒന്ന് മുട്ടിയാലോ, ആ വണ്ടി ഒന്ന് തട്ടിയാലോ, ഞാനെങ്ങാനും തട്ടിപ്പോയാലോ? അങ്ങനെ എനിക്ക് ഹൈപ്പർ മാർക്കറ്റ് ടെൻഷൻ കയറി. ആ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഒബ്ജക്ഷൻ യുവർ ഓണർ ഞാൻ മദ്യപിച്ചത്. മദ്യപിച്ച അത്ര വലിയ തെറ്റൊന്നും അല്ല. എന്റെ പൊന്നു സാറേ, അത് കറക്റ്റ് ആണ്. എനിക്ക് ഈ ടെൻഷൻ ഉണ്ടാവാറുണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ വൈകുന്നേരം 2 അടിച്ചിട്ട് വണ്ടി ഓടിച്ച് വീട്ടിൽ പോണത്. വീട്ടിൽ ചെല്ലുമ്പോ ഭാര്യയുടെ കുറ്റപ്പെടുത്തലാണ് സഹിക്കാൻ പറ്റുന്നത്. അയ്യോ, നമ്മൾ അടിച്ച പാറ്റ് കംപ്ലീറ്റ് ഇറങ്ങിപ്പോ. Yes, domestic violence of the housewife. എന്റെ വീട്ടിൽ ഫുള്ളായിട്ട് ഇത് തന്നെയാ പരിപാടി. എന്താ സാറേ, ഇനിയും വരാൻ പോണുള്ള കേസ് ഇനി കണ്ട പിന്നില്ലേ? അത് പറ. ഈ പുള്ളിക്കാരൻ ഒറ്റയ്ക്കല്ല ബൈക്ക് ഓടിച്ചോണ്ട് വന്നത്. ഇതിന്റെ പുറകിൽ വേറെ 2 പേരും കൂടി ഉണ്ടായിരുന്നു. ഇവന്റെ വരവ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇവന്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ടെന്ന്. നരേന്ദ്രപ്രസാദ് വിട. പിന്നെ അപ്പോൾ നമുക്ക് ഇവനകത്താക്കാനുള്ള മറ്റൊരു വകുപ്പ് കൂടിയുണ്ട്. ഏതാണ്? ഓവർലോഡ് ആക്ട്. ഓക്കെ, ഇന്ത്യൻ ഓവർലോഡ് ആക്ട്. IPC. PC അതൊന്ന് വായിച്ചേ. എല്ലാ ലോഡും കൂടി എന്റെ തലയിലോട്ട് വെച്ചു. നീ അതന്വേഷിച്ചു പിടിക്കണമല്ലോ. നോക്കി പറഞ്ഞു. ഇന്ത്യൻ ഓവർലോഡ് ആക്ട്. ഇപ്പൊ മൊത്തത്തിൽ ഓവർലോഡ്. ഇന്ത്യൻ ഓവർലോഡ് ആക്ട്. ഷർട്ടിലും ജീൻസിലും 10-ൽ കൂടുതൽ പോക്കറ്റ് വെക്കുന്നത് ഓവർലോഡാണ്. ആൺകുട്ടികൾ 1 മീറ്റർ ചുറ്റളവിൽ തലയിൽ മുടി വളർത്തുന്നത് കുറ്റകരമാണ്. ചെറിയ ഫോണിന് വലിയ പൗച്ചിടുന്നത് ഓവർലോഡ് ആക്ട് പ്രകാരം കുറ്റമാണ്. പിന്നെ ഒരു സ്ത്രീ 12 പ്രാവശ്യത്തിൽ കൂടുതൽ പ്രസവിക്കുന്നത് ഇന്ത്യൻ ഓവർലോഡ് ആക്ട് പ്രകാരം കുറ്റകരമാണ്. അപ്പൊ മദ്യപാനം മാത്രമല്ല, ഗർഭവും കൂടി എന്റെ തലയിൽ കയറ്റി വെക്കണം. നിങ്ങൾ കേസിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നു. എന്റെ കൂടെ 2 പേരുണ്ടായിരുന്നു. അവര് നിസാരക്കാരല്ല. എന്റെ വാദത്തിന്റെ ഗുണവധികാരം കൊണ്ട് എന്റെ 2 എതിർ കക്ഷികളാണ് അവിടെ നിന്ന് കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. യുക്രൈൻ വരെ കിട്ടേണ്ട കേസായിരുന്നില്ലേ? ഞാൻ വാദിച്ച് അവര് വെറുതെ വിടി. അങ്ങനെ അവര് ആ സന്തോഷത്തിന്റെ പുറത്താണ് എനിക്ക് മദ്യം മേടിച്ചെന്നു. അതുകൊണ്ട് ആ 2 പേരെയല്ലേ നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടത്? ആ 2 പേരെയല്ലേ നിങ്ങൾ ലോക്കപ്പിൽ ഇടുന്നത്? എത്രയും പെട്ടെന്ന് ഈ വക്കീലിന്റെ കൂടെ ഉള്ളവന്മാരെ പോയി അറസ്റ്റ് ചെയ്തോണ്ട് വരൂ. എന്ത് കാര്യത്തിന്? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. എന്റെ അച്ഛനും അത് തന്നെയാണ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ 2 പേരും അജയനും വിജയനും. എന്റെ പൊന്ന് സാറുമാരെ, പുതിയ സിനിമയിൽ പഴയ സിനിമ കേട്ടല്ലേ? യഥാർത്ഥ കഥയിലേക്ക് വരാൻ പോകുന്നുള്ളൂ. ഇനിയാണ് പ്രധാനപ്പെട്ട ട്വിസ്റ്റ്. അത് പറ. ഇദ്ദേഹം ഓടിച്ചുകൊണ്ട് വന്നത് സ്വന്തം ബൈക്കല്ല, എവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്ന ബൈക്കാണ് ഓടിച്ചുകൊണ്ട് വന്നത്. അപ്പൊ റോബറി. മിസ്റ്റർ മാരാർ, shall I remind you something? സാറേ, ഇത് മമ്മൂട്ടി ഡയലോഗ് അല്ലേ? മോഷണ കുറ്റത്തിന് മോഷ്ടിച്ച ഡയലോഗ് ആവാം. ആര് സ്ട്രോബെറി മോഷ്ടിച്ചു? ദൈവത്താണ് സത്യം. ബാറിൽ നിന്നും 2 കുമ്മട്ടിക കഷ്ണം കോലോട്ട് കുത്തുന്നെടുത്തല്ലാതെ ഞാൻ സ്ട്രോബെറി മോഷ്ടിച്ചിട്ടില്ല യുവർ ഓണർ. ഇവിടെ കുമ്മട്ടിക്ക മോഷണമല്ല, ഇവിടെ ബൈക്ക് മോഷണമാണ് പ്രശ്നം. അത് തന്നെ ഞാനും പറയുന്നത്. ആര് ബൈക്ക് മോഷ്ടിച്ചു? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ കോടതിയിൽ നിന്ന് ബാറിലേക്ക് പോകുന്നത് ഓട്ടോറിക്ഷയിലാണ്, അതായത് 3 വീലർ. ഞാൻ ബാറിൽ നിന്നും മദ്യപിച്ച് വീലായിട്ട് പുറത്തിറങ്ങി വന്നപ്പോ ഞാൻ എടുത്തുകൊണ്ട് വന്നത് 2 വീലറാണ്. അത് പ്രകാരം വെച്ച് നോക്കുമ്പോൾ എനിക്കിപ്പോഴും 1 വീല് നഷ്ടമാണ്. ഇതിന് ഞാൻ നഷ്ടപരിഹാരത്തിനെതിരെ കേസെടുത്തു കഴിഞ്ഞാൽ സാറ് പെടും, സാറും പെടും. എടോ ബേബി, നമ്മള് പെടുവാ. സാറിന് പിന്നെയും ഭ്രാന്തായ? പിന്നെയും ഭ്രാന്തായെന്നാ? അപ്പൊ ഇതിനു മുമ്പ് എനിക്ക് ഭ്രാന്തുണ്ടായിരുന്ന? ആണ്ടില്ലെന്ന് എനിക്കിതുവരെ തോന്നിട്ടില്ല. ആണല്ലേ? എല്ലാരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ? Your points are very political. Okay, what are you talking, Mr. Kocham? Excuse me, sir. Your last dialogue is He's the very interested police station. BBC സ്കൂളെല്ലാം കൂടി ഒറ്റക്കെട്ടായേ ഇവിടെ ഒരു സർക്കാർ സ്കൂളിൽ നിന്ന് പുഴുക്കുന്നുണ്ട് കേട്ടാ. പിന്നെ ഇംഗ്ലീഷ് ഇവന്മാരെല്ലാം കൂടി ഒത്തുകിട്ടി. എല്ലാരും ഒത്തുകിട്ടിയോ? എല്ലാരും ഒത്തുകിട്ടിയതല്ലേ പറഞ്ഞത്. എന്റെ ഒറിജിനൽ ഒപ്പ് കിട്ടി. കിട്ടി. ഞാൻ വീട്ടിൽ ചെന്നപ്പോ ഞാൻ ഒരു ബുക്കിൽ പണ്ടങ്ങനെ ഇട്ടിരുന്ന. എന്നാ ഒപ്പിട്ടോ? അയ്യോ, ആ ഒപ്പിടാൻ പറ്റില്ല സാറേ. ആ ഒപ്പ് നൂൽപ്പൊട്ട് പോലെ ഇരിക്കുക. എവിടെ തുടങ്ങി എവിടെ അവസാനിച്ച് നൂല് പിടുത്തോലെ എനിക്ക്. പിന്നെ ഞാൻ ആ ഒപ്പ് വെച്ച് ഒരു സീലങ്ങ് അടിച്ച്. അതാകുമ്പോ ഞാനേ എപ്പോഴും ഇവിടെ വന്നിട്ട് ഇങ്ങനെ തീരി വെച്ചാ പോരെ. കണ്ടാ,
അഥവാ ഞാൻ ഒരു ദിവസം ഒപ്പിടാൻ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുത്ത് ഇങ്ങനെ സീൽ വെച്ചാ പോരെ? നീ അങ്ങനെ ഒപ്പിടാൻ ഇവിടെ വന്നില്ലെങ്കിൽ നിന്നെ ഇങ്ങനെ കുനിച്ച് നിർത്തിയിട്ട് ഇങ്ങനെ 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 സീലടിക്കും. വക്കീല് വരെ പോയില്ലേ? വാദം കഴിഞ്ഞിട്ടില്ല. വാദം കഴിയില്ല. ഇപ്പൊ തന്നെ 5-6 കേസ് തലയിലുണ്ട്. ആരെങ്കിലും വന്ന് ജാമ്യത്തിൽ ഇറക്കിയാലേ വക്കീലിന് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി എന്ത് ചെയ്യും? എന്റെ പൊന്നടാവേ, നിന്നെ ഞാൻ എത്ര തവണ ജാമ്യത്തിൽ ഇറക്കിയാക്കണ്. ഇന്നത്തെ ഒരൊറ്റ പ്രാവശ്യം നിന്റെ ജാമ്യത്തിൽ എന്നെ പുറത്തിറക്ക്. അങ്ങനെ ഞാൻ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ എന്റെ കേസ് ഞാൻ തന്നെ സ്വന്തം ബാധിക്കും. പിന്നെ ഞാൻ ഇവരെ കോടതിയിൽ ഇട്ടിട്ട് വക്കീല് സ്വന്തമായിട്ട് കേസ് വാദിക്കുവാ? ബാധിക്കും. എന്നാ ഉറപ്പായിട്ട് ഞാൻ ജാമ്യത്തിൽ ഇറക്കും. നീ തന്നെ നടക്കുന്നത് ജാമ്യത്തിലാണ്. അത് മാത്രമല്ല, കുറഞ്ഞത് ഒരു 3 മാസത്തേക്ക് ശിക്ഷ കിട്ടാനുള്ള വകുപ്പ് ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട്. 3 മാസമൊക്കെ ചെറുത്. വക്കീലിന്റെ കേസ് തന്നെത്താനെ വായിച്ച് ആ 3 മാസം എന്നുള്ളത് 3 വർഷമാക്കിക്കൊള്ളും. മനസ്സിലായില്ലേ? എനിക്ക് പണ്ടൊരു കേസ് ഉണ്ടായിരുന്നു. അന്ന് കോടതി എന്നെ 1 വർഷത്തേക്ക് ശിക്ഷിച്ച്. അപ്പൊ ഈ വക്കീല് പറഞ്ഞേ, ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമുക്ക് അപ്പീലിന് പോകാം, ശിക്ഷ കുറച്ചു തരാം. അങ്ങനെ എന്റെ കേസ് വാദിച്ച് 1 വർഷം എന്നുള്ളത് 7 വർഷമാക്കി നിന്ന വക്കീലായി നിൽക്കുന്നത്. അപ്പൊ നമ്മൾ നിയമവശങ്ങൾ കൂടുതലായിട്ടൊന്നും പഠിക്കണ്ട. വേണ്ട, പുള്ളിക്കുള്ള ശിക്ഷ പുള്ളി തന്നെ വാദിച്ച് മേടിച്ചോളും. വക്കീലേ, അപ്പൊ ഇതുപോലെ സീല് പടുത്തു വെച്ചോ. എന്തിന്? പരോളിന് വരുമ്പോ എപ്പോഴും വന്ന് ഒപ്പിടണ്ടല്ലോ, സീൽ അടിച്ചിട്ട് പോകാമല്ലോ. അല്ല, നിങ്ങളൊക്കെ കുറച്ച് ഓവറാവുന്നുണ്ട്. ഓവറായാ? അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ക്ലൈമാക്സ് സീൽ ചെയ്തേക്കാം. നോക്കിക്കുന്നത് അടിക്കടാ സീല്.